എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് പാക്കേജ് ഉണ്ട്. ഒന്ന് ആമസോണിൽ ഒന്ന് മീഷോന്ന് കേട്ടോ. അപ്പോൾ ഇത് എനിക്കും ആരുഷിനും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള സാധനം ഞങ്ങൾ അച്ഛനെ കൊണ്ട് കഷ്ടപ്പെട്ട് പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി കീറി കേസ് കാരണം എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ആരുഷ് പൊട്ടിച്ചിട്ടില്ല. അപ്പം എൻ്റെ എന്ന് പറയുന്നത് കുറച്ച് പർപ്പിൾ സ്റ്റിക്കേഴ്സാണ്. ആരുഷിന് വന്നിട്ട് ഒരു അതേതോ ആനിമയോ എന്തോ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻ്റെ ഓപ്പൺ ചെയ്യാം. ഞാനാണെങ്കിൽ കുറച്ച് കവായ് സ്റ്റിക്കേഴ്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഒന്നും വരില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാ അറിഞ്ഞൂടാ. അപ്പോൾ പർപ്പിൾ സ്റ്റിക്കേഴ്സാണ്. എൻ്റെ ഒരു പർപ്പിൾ ജേർണൽ സെറ്റ് ഉണ്ട്. അപ്പം അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പർപ്പിൾ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അൺബോക്സ് ചെയ്യാം. കമോൺ ഞാനത് ഇങ്ങനെയാണ് ഗൈസ് എൻ്റെ ഉള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ്, കണ്ടോ, ഇതാണ് സാധനം. സോ ഇത് നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് തുറക്കാതെ വെയിറ്റ്. ഫസ്റ്റ് ഇവനെ ഒന്ന് പൊട്ടിക്കട്ടെ ഗൈസ്. നിന്റെ ഏതാണ്ടാ നിന്റെ ഇവൻ്റെ ഏത് ആമസോൺ ബാഗ്. ഓക്കെ, തുറക്കുക പ്ലീസ്, തുറക്കുക. ഓപ്പൺ ദ സീസേം. ഓ എടുക്കുക, തുറക്കരുത്. ഹായ് ബബിള്, എനിക്ക് എടാ അപ്പൊ ഇവൻ ഈ ബബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. കുറെ പാക്കേജസിലൊക്കെ ഇങ്ങനെ ബബിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, അതാണ് പൊട്ടിച്ചു വന്നത്. എന്താണ് ഇത്, എന്തോ കാർഡ് ഗൈസ്. ഓ ഇത് വരുന്നത് ഇതാണ് അവർ ഇൻസ്റ്റ ഐ ഡി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ കീ ചെയിൻസ് ഒക്കെ വേണമെങ്കിൽ ഇതാണ് കേട്ടോ ഇൻസ്റ്റ ഐ ഡി. അതവർ ഒരു കവറായിട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതെ എനിക്ക് തോന്നുന്നേ ഈ ആമസോൺകാർ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും. അതാണ് എനിക്ക് ഈ കാർഡൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് കീ ചെയിൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങി ഇത് പൊട്ടിച്ചോളൂ. ഓ സ്പിന്നർ ഗൈസ്. ഓ വാ ഗൈസ്, ഇതിന് എത്രയായിരുന്നു ആരുഷ്? 189. ഓ അപ്പോൾ ഈ ഒരു ചെറിയൊരു കീ ചെയിൻ. അപ്പോൾ ഇങ്ങനത്തെ കറങ്ങുന്ന കീ ചെയിൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മളുടെ ഇതാണ് ഇൻസ്റ്റ ഐ ഡി. നമ്മളുടെ എന്ന് നീ എന്നാ വായിക്കാറ്, ഡയാമോണ്ടോ. ഓക്കെ ഗൈസ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സ്പിന്നർ അങ്ങനെ. അയ്യോ എനിക്ക് ഒറ്റ കയ്യിൽ പറ്റില്ല ഗൈസ്. എനിക്ക് ഒറ്റ കയ്യിൽ പറ്റും. ഓക്കെ എന്നാ നീ ചെയ്യടാ. ഓക്കെ അപ്പോൾ അതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവൻ്റെ നമ്മളുടെ ഈ കീച്ചൻ അവൻ്റെ കിച്ചനൊക്കെ അൺബോക്സ് ചെയ്തു. നീ വെച്ചോളൂ. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സാധനം. സോ ഇത് ടിപ്സി കിങ്ഡം കവായ് എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇത് കവായ് അല്ല ഗൈസ്, കുറച്ച് പർപ്പിൾ സ്റ്റിക്കേഴ്സാണ്. ശരിക്കും ഗൈസ് എനിക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനൊന്നും ഇഷ്ടമില്ല, കാരണം ഞാൻ കുറേ വർഷം ഇങ്ങനെ പൂത്തി വെച്ചിട്ടൊക്കെ ഓപ്പൺ ചെയ്തു. പക്ഷെ എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ സ്വയപ്പായിട്ട് എൻ്റെ അലമാരി കൊണ്ടുവയ്ക്കണം ഗൈസ്. ഓ ഇത് ബുക്ക് പോലെയാണ് ഗൈസ്. വാവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. ഇതൊരു ബുക്ക് പോലെയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ലാമിനേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വാവ് ഗൈസ്, ഇതുപോലത്തെ കുറച്ച് ഏസ്തറ്റിക്. വാവ് ഇത് നോക്കൂ ഗൈസ്, ഞാനിങ്ങനെ ഏസ്തറ്റിക് ഇവിടെ ഏസ്തറ്റിക് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. നീ നിൻ്റെ കാണിക്കണ്ട ഗൈസ്. ഇവൻ്റെ കാണിക്കുള്ളൂ ഗൈസ്, എൻ്റെ കാണിക്കുന്നില്ല. അപ്പോൾ ആശി പേജ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യടാ, എനിക്ക് ഒറ്റ കയ്യിൽ പറ്റണില്ല. ഇത് ഫ്ലിപ്പ്. നെക്സ്റ്റ് ഗൈസ്, നല്ല ഭംഗിയുണ്ട് ഗൈസ്. വാവ് ഗൈസ് ഇതെന്തോരാണ് ഗൈസ്, മൊത്തം എനിക്ക് ഗൈസ്. ഓ മൈ ഗാഷ്, ഒന്നും പറയാല്ല, അടിപൊളി ഗൈസ്. ഇത് എനിക്ക് വെറും 80 റുപ്പീസിന് മീഷോന്ന് കിട്ടിയതാണ് ഗൈസ്. 80 റുപ്പീസ് ആൻഡ് ഐ ഹാവ് ദിസ് മച്ച് സ്റ്റിക്കേഴ്സ് ഗൈസ്. ജസ്റ്റ് ഇമാജിൻ ഇറ്റ്. ആൻഡ് കൺഫേംലി നിങ്ങളും പർച്ചേസ് ചെയ്യാൻ വെറും 80 റുപ്പീസാണ്. നിങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് എത്രയായിരുന്നു? 180 റുപ്പീസാണ് ഗൈസ്. സോ ഞാൻ ഈ ഒരു ബുക്കും പിന്നെ ഒരു കവായ് ബുക്ക് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ഫുട്ടേജ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം. സോ ബൈ ഒന്നും ആയിട്ടില്ല ഗൈസ്, നമുക്ക് ആ ഒരു ബുക്ക് കൂടി വരാണ്ട്. അപ്പം നമുക്ക് ആ ബുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്താലോ? കമോൺ ഗൈസ്. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ കവായ് സ്റ്റിക്കർ ബുക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഇന്നാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതിനെയും ഒന്ന് അൺബോക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇതെനിക്ക് വെറും 200 റുപ്പീസാണ് എനിക്ക് മീഷോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ പർപ്പിൾ സ്റ്റിക്കർ വന്നിട്ട് 80 റുപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ബുക്ക് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഇത്രയും പേജസ് ആണ്. അത് നല്ല കവായി ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 295 300 ഒക്കെ ഉണ്ടാവും. ഫ്ലിപ്കാർട്ടിൽ നോക്കുന്ന ടൈമിൽ 400 ഉണ്ടാവും കേട്ടോ. ഏറ്റവും കുറവെന്ന് പറയുന്നത് നമ്മളുടെ മീഷോന്നാണ്. 195 റൗണ്ട് ഓഫ് 200 ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗൈസ് ഞാൻ ഈ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാം. 1 2 3ൻ്റെ പകുതിയേ ഉള്ളൂ. ഞാൻ ഇത് ഈ പകുതി യൂസ് ചെയ്തു. പിന്നെ 4 അത്രേ ഉള്ളൂ ഗൈസ്. ഇതിലത്രേ ഉള്ളൂ കേട്ടോ. അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടില്ല ആ ഒരു ജേർണൽ സപ്ലൈസ്. അതെനിക്ക് എങ്ങനെയാണ് തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഓർഡറായിട്ട് വെക്കണേന്ന് അറിയാത്തതുകൊണ്ടാണ് ഗൈസ് ഈ ബോക്സ്. അല്ലാണ്ട് ഈ ബോക്സിലൊന്നും അല്ല കേട്ടോ കിട്ടുക നമുക്ക്. ഞാൻ ഇപ്പോൾ ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ ബോക്സിൽ. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ജേർണൽ സപ്ലൈസ് അല്ലാണ്ട് വേറെ എൻ്റെ കുറച്ച് മിനി ആക്സസറീസും സ്റ്റേഷനറീസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്കൊരു താങ്ക് യു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. നമ്മളുടെ 2026 കലണ്ടറാണ് ഗൈസ്, അടുത്ത വർഷത്തെ കലണ്ടർ. പിന്നെ നമ്മളുടെ മെയിൻ സാധനമാണ് ഗൈസ്, നമ്മളുടെ മിൽക്കി വേ ഗാലക്സീൻ്റെ ഒരു ബുക്കാണ് ഗൈസ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലത്തെ ജേർണലിങ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ എന്തോ ഒരു ഇത് ആദ്യത്തെ 2 പേജൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പേജസാണ് ഗൈസ്. അത് ഞാൻ തുറന്ന് പറയാം. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പേജസാണ്. പിന്നെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പേജാണ്. ഇത് കുഴപ്പമില്ല, അതെനിക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കേട്ടോ. ശ്രീകുട്ടി, അനു, പിന്നെ ഒരു പൂച്ചയുടെ ഒക്കെ കൊടുത്തിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അവസാനം ഒരു ചെറിയൊരു സാധനം, ഇത്രയേ ഉള്ളൂ. അത്ര ജേർണലിങ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് സപ്ലൈസ് കാണാം. കൂടുതലൊക്കെ യൂസ്ഡ് ആണ് ഗൈസ്. ഇത് കണ്ടോ, ഇതൊരു പാറ്റേൺ പേപ്പർ ആയിരുന്നു. അതിൻ്റെ പകുതിയൊക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ മെമ്മോ പാഡ്. ഇതെല്ലാവരെയും ഉണ്ട്. അല്ല, ഈ ജേർണൽ സപ്ലൈസ് വാങ്ങിച്ചതിലൊക്കെ ഉണ്ടാവും. ഒരെണ്ണം എന്തായാലും എല്ലാവരെയും ഒരെണ്ണവും പിന്നെ ഇതൊരെണ്ണം ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇതെനിക്ക് എക്സ്ട്രാ ഒരെണ്ണം ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ വന്നതാണ് ഗൈസ്. അതെങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2 എനിക്ക് കിട്ടി കേട്ടോ. അതെന്താ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ ഇതിനുള്ളിലാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. ഞാനൊരു വീഡിയോ നോക്കുമ്പോൾ അതിൽ 1 to 25 ഉള്ള 1 to 30 വരെയൊക്കെയുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇതിന് വെച്ചാൽ അതിനേക്കാളും കൂടുതലുണ്ട് ഗൈസ്. കുറേയൊക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സാണ് ഗൈസ്. ഇതും എനിക്ക് റിപ്പീറ്റ് ആവുന്നുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ട്സ് തന്നതാണ്. അവരേലും ഇതേ സെയിം ജേർണൽ സപ്ലൈസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞത് തന്നു കേട്ടോ. ഫസ്റ്റ് ഡോട്ട് സ്റ്റിക്കേഴ്സാണ്. പിന്നെ 2 കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഒരെണ്ണം ചൈനീസും ഒരെണ്ണം ഇംഗ്ലീഷും കേട്ടോ. പിന്നെ അഗെയിൻ 1 ഡോട്ട് സ്റ്റിക്കേഴ്സ്. പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു യൂസ്ഡ് ആണ് ഗൈസ്. ഒരുപാടൊക്കെ ഞാൻ യൂസ് ചെയ്തു. പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ, അതേ സെയിം സാധനം ഒന്നുകൂടി ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ മറ്റേ ലൈൻ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് ഒരെണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 2 സെയിം സാധനം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് പോളറോയിഡ്സ് ആണ് ഗൈസ്. ഇത്രയും പോളറോയിഡ്സ് ആണ് കേട്ടോ ഉള്ളത്.
അടുത്തത് കുറച്ചുകൂടി ചെറിയ പാറ്റേൺ പേപ്പേഴ്സാണ്. നേരത്തെ കാണുന്നതിനേക്കാളും മിനി വേർഷനാണ് കേട്ടോ. പാറ്റേൺ പേപ്പേഴ്സ് എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ കുറേയൊക്കെ നമ്മളുടെ ജേർണലിങ്ങിന് യൂസ് ചെയ്തുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. 1 2 3 4 5 6 7 ഉള്ളൂ കേട്ടോ. പണ്ട് 10 ഉണ്ടായിരുന്നതാണ്, 3 ഞാൻ യൂസ് ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് 2 ലെറ്റേഴ്സാണ്, പക്ഷേ ഇത് എനിക്ക് എക്സ്ട്രാ ആയിട്ട് ഒരെണ്ണം കൂടി കിട്ടി കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. അടുത്തത് ഇതേപോലത്തെ പാറ്റേൺ പേപ്പേഴ്സിന് കുറച്ചുകൂടി റെക്റ്റാങ്കിൾ ഫോം ഗൈസ്, പക്ഷേ ഇത്രയും വലുതല്ല. ഇതിലെന്തെങ്കിലും 4 എണ്ണേ ഉള്ളൂ കേട്ടോ. പണ്ട് 6 എണ്ണം ഉണ്ടായിരുന്നതാണ് ഞാൻ യൂസ് ചെയ്തത് ഗൈസ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്ത് കിണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അതായിരിക്കും. സ്റ്റേ ട്യൂൺ.